ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് തന്നെ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് പോകുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, തൃശ്ശൂർ പൂരം 19-ാം തീയതി, 18, 19, 20 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ 19-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ ഈ എന്താ പറയുക, പറയെടുക്കാന്ന് പറയുമല്ലോ, ഒരുപാട് സ്ഥലങ്ങൾ ആനകളൊക്കെ വന്നിട്ട് അണിനിരന്ന്, പിന്നെ എന്താ പറയുക, ഈ ചെണ്ടയും പിന്നെ പഞ്ചവാദ്യവും അങ്ങനെയൊക്കെ ആ ഒരു സംഭവമില്ലേ, അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് മെയിൻലി പോകുന്നത്. സോ നമുക്ക് അവിടെ എത്തിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് വണ്ടി ബൈക്കിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബൈക്ക് നമുക്കൊന്ന് പാർക്ക് ചെയ്യണം. അപ്പം അവിടെയൊക്കെ ഈ റൗണ്ടിലൊക്കെ നിറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങളത് റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ ഒരു 6:45 ആയ ഒരു സമയമാണ് നിങ്ങൾ ഈ കാണുന്നത്. 6:45 6:30 ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം ആ ഒരു സൺസെറ്റൊക്കെ സൺറൈസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഈ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ റൗണ്ടിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതിപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പം ഇത് ഞങ്ങൾ നടന്നിട്ട് ഏകദേശം റൗണ്ട് എത്താനായി. അപ്പോൾ അവിടെ എന്താ പറയുക, തിരുവമ്പാടി ദേവസ്വം ബോർഡ് അങ്ങനത്തെ ഒക്കെ എന്താ പറയുക ഓഫീസുകളും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് അമ്പലമാണ് കേട്ടോ, ഓരോ അമ്പലങ്ങളാണിത്. അതേപോലെ അവരുടെ ആ ഓഫീസും അവരുടെ ആ കാര്യാലയങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അമ്പലത്തിൻ്റെ ആ ഒരു കാഴ്ചയാണ്. പിന്നെ ഇത് ചെണ്ട വായിക്കുന്ന ചേട്ടന്മാരൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിലെത്തിയാണ്. കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 7:09 ആയിരുന്നു. 7:09 ഞാൻ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ടൈം. 7:09 ഞങ്ങൾ റൗണ്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കാണുന്നത് മാതൃഭൂമി ന്യൂസ്, അതേപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ്, ഇവരൊക്കെ ന്യൂസ് കവർ ചെയ്യാണ്. ഇതൊരു സെലിബ്രിറ്റിയാണ്. അപ്പം ആളുടെ എന്താ പറയുക, ഇൻ്റർവ്യൂ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ എന്താ പറയുക, ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ വന്നിട്ട്, ഞാൻ ബാക്കിയുള്ള ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇങ്ങനെ കറക്റ്റ് നമ്മളിങ്ങനെ നിരന്ന് നിന്ന് ഇപ്പം ഓരോ ഇങ്ങനെ തത്സമയ വാർത്ത കൊടുക്കില്ലേ, അതാദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്നത്. അപ്പം അത് കണ്ടപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് നേരം നോക്കി നിന്നു. നല്ല രസമുണ്ട്. അവരെന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പം അവരുടെ ആ കാര്യങ്ങളും അവരുടെ വീഡിയോ വരാൻ വേണ്ടി കുറേ പറഞ്ഞു. അവിടെ ഒരു സെലിബ്രിറ്റി ഉണ്ട്, ഗായത്രി സുരേഷാണ്, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ കണ്ടു. ഇത് പിന്നെ ആ ഒരു നേരത്തെ നമ്മൾ മാതൃഭൂമി ന്യൂസിൽ കണ്ട ചേച്ചി പാട്ട് പാടുന്നതാണ്. നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. അമ്പലത്തിനുള്ളിലാണ് അത് ഫസ്റ്റ് ഈ ഒരു സെറ്റ് എന്താ പറയുക, ആനകൾ നിരന്നിട്ട് ഇങ്ങനെ പഞ്ചവാദ്യം കൊട്ടുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഒരു 7:10 അല്ലെങ്കിൽ ഒരു 7:15 ഒക്കെ എടുത്തിട്ടാണ്. അപ്പം നമ്മൾ സാധാരണ എഴുന്നേൽക്കുന്ന ടൈമാണ് 7 മണി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഇന്ന് എന്താ പറയുക, ഫുൾ പൊടി പൂരെന്നൊക്കെ പറയില്ലേ, അത് അത്രയും അടിപൊളിയായിരുന്നു. കുറേ നേരം ഉണ്ടായിരുന്നു. ഇത് കുറച്ച് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ വീഡിയോസ്. അപ്പം അങ്ങനെ അതിനുശേഷം ഈ ആനകളൊക്കെ തിരിച്ച് പുറത്തേക്ക് പോവാണ്. അപ്പം അതൊക്കെ നോക്കി നിന്നു. പിന്നെ അതിനുശേഷം അമ്പലത്തിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ ആനകൾ നിരന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ആനകളിങ്ങനെ എന്താ പറയുക, ഇത്ര അടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ആനയുടെ കുളിസീനാണ്. നല്ല രസമാണ് ഇത് കാണാൻ. കാരണം എന്താ പറയുക, സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ പൂരത്തിന് പോയപ്പം ആന ഇങ്ങനെ സ്വന്തം അവിടെ ഒരു എന്താ പറയുക കോൺക്രീറ്റ് ടാങ്ക് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ വെള്ളം ആന തന്നെ തുമ്പിക്കെടുത്ത് കോരി ഒഴിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ആനകൾ മടിയന്മാരാണെന്ന് തോന്നുന്നു. അവരെ പാപ്പന്മാരെ കുളിപ്പിക്കണം. ഓരോ ബക്കറ്റും എന്താ പറയുക പാട്ടയൊക്കെ എടുത്ത് പാപ്പന്മാരാണ് വെള്ളം കോരി അവരുടെ തലയിൽ ഒഴിക്കുന്നത്. അപ്പം അങ്ങനെ അത് കണ്ടു. പിന്നെ റൗണ്ട് മൊത്തം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് എന്താ പറയുക, വിൽക്കാനൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. പിന്നെ കുറേ ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, മെഹന്തി ഇടുന്നത്, പിന്നെ അങ്ങനെ ഓരോന്നും കുറേ കമ്മലിൻ്റെ സെക്ഷനൊക്കെ കണ്ടു. നല്ല രസമുണ്ട്. പിന്നെ അവിടെ കുറേ പോലീസുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. പോലീസ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം
അപ്പം അവരൊക്കെ ഈ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ കുറച്ച് പേരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പല പല ജില്ലയിൽ നിന്നുള്ളവരാണ്. ആലപ്പുഴ, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നൊക്കെയുള്ള പോലീസുകാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഡ്യൂട്ടിയാണ്. ഇത് അവിടെ വെച്ചേൽ അവിടെ എന്താ പറയുക ഇങ്ങനെ വിൽക്കാൻ വെച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതാണ്. കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം മാത്രം മേടിച്ചാൽ ഇത്രയും ഭംഗിയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാം കൂടെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്ന കാണുമ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുത്ത് നോക്കിയിരുന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങി റോട്ടിലൂടെ നടന്നപ്പം ഇതാണ് അവസ്ഥ. അത്രയും തിരക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തുനിന്നും പറവെടുത്തിട്ട് ഓരോ കൂട്ടം ആനകൾ വരുന്നുണ്ട്. എന്നിട്ട് ഓരോരോ എന്താ പറയുക പോയിന്റിൽ ഈ പഞ്ചവാദ്യം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നല്ല ചൂട് വന്നു തുടങ്ങി. അപ്പോൾ ഈ എന്താ പറയുക ക്യാപ്പൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ 2 പേപ്പറിൻ്റെ ആ ഒരു സംഭവമില്ലേ, ഒരു ചെറിയ തൊപ്പി പോലത്തെ, അത് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ അടുത്ത പഞ്ചവാദ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊരു ടീം പറയെടുത്ത് വന്ന സമയത്ത് ഉള്ളൊരു ഇതായിരുന്നു. ഓക്കെ, അപ്പം ഇത് ഒരുപാടുണ്ട് പറയാനായിട്ട്. പക്ഷേ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ എടുത്തെടുത്ത് എൻ്റെ മൊബൈലിൻ്റെ മെമ്മറിയൊക്കെ തീരാനായി. കുഞ്ഞു ഫോണാണ്. ആൻഡ് ഇത് കുറച്ച് ഇമേജസ് ഞാൻ ഇവിടെ കൊടുക്കാം. ഇതൊക്കെ എന്താ പറയുക പകൽപ്പൂരത്തിന് വേണ്ടി ഗുണ്ട് പൊട്ടിക്കാൻ വേണ്ടി അതിങ്ങനെ കുഴിച്ചിട്ടില്ലേ, അതിനു വേണ്ടി ആ ചേട്ടന്മാർ ഹാർഡ് വർക്ക് ചെയ്യണത്. നല്ല പണിയാണ് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കുഴിയൊക്കെ ഉണ്ടാക്കി അവരോട് ഇരുന്ന് മെനക്കെടുന്നുണ്ടായിരുന്നു അത്രയും വെയിലത്ത്. സോ ഇവരൊക്കെ സമ്മതിക്കണം. കാരണം ഇവരൊക്കെ കാരണമാണ് നമ്മുടെ പൂരം ഇത്രയും കളറായത്. അതുപോലെ ഓരോ എന്താ പറയുക ഞങ്ങളൊരു 11 മണി വരെയൊക്കെ ഏകദേശം നിന്നു. ഒരു രാവിലെ 6:30 ഇറങ്ങിയതാണ്, 11 മണിയൊക്കെ വരെ നിന്നു. അപ്പോഴേക്കും ശരിക്കും ടയേർഡായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് എന്താ പറയുക പോയി വീട്ടിലേക്ക് വന്നു. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.